നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 11 വെള്ളിയാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിൽ ഇന്ന് നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ഇന്നലെ ഇതേ സമയത്ത് ഏകദേശം 900 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ടായിരുന്ന നിഫ്റ്റിയിൽ ഇപ്പോൾ വെറും 430 മുതൽ 440 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. നിരവധി രാജ്യങ്ങൾ അവരുടെ റെസിപ്രോക്കൽ താരിഫ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് യുഎസുമായി ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചും വലിയ നേട്ടമുള്ളത് ട്രംപ് ഇന്ത്യയെ ഓഫർ കൺസെഷൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ചൈന ഇപ്പോൾ കനത്ത സമ്മർദ്ദത്തിലാണുള്ളത്. പ്രത്യേകിച്ച് ഈ താരിഫ് ഭീഷണി കാരണം അവരുടെ FISന്റെ ഒരു ഔട്ട്ഫ്ലോ നടക്കാനും അത് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകളും വിദഗ്ധർ കാണുന്നുണ്ട്. ഇന്നലെ റിസൾട്ട് സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. TCSന്റെ റിസൾട്ട് ഇന്നലെ പുറത്തു വന്നു. എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ഒരു റിസൾട്ട് അല്ല ഇന്നലെ പുറത്തു വന്നിരുന്നത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധങ്ങൾ സമ്പദ് വ്യവസ്ഥയെയും ബിസിനസിനെയും കമ്പനികളുടെ ലാഭത്തെയും ബാധിക്കുമെന്ന് ആളുകൾ ആശങ്കപ്പെടുന്നതിനാൽ വ്യാഴാഴ്ച വീണ്ടും വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം ഇടിയുകയുണ്ടായി. അതിൽ തന്നെ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ആയിരുന്നു. 4.31% ഇടിഞ്ഞു. S&P 500 3.46% നഷ്ടവും രേഖപ്പെടുത്തി. ബുധനാഴ്ച താരിഫുകൾ 90 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിയതിനു ശേഷം S&P 500 9.5% നേട്ടവും നാസ്ഡാക്ക് 12.2% ഉയർന്നിരുന്നു. അതായത് മിനിഞ്ഞാന്നുണ്ടാക്കിയ നേട്ടത്തിൽ പകുതിക്ക് അടുത്ത് ഇന്നലെ വൈപ്പ് ഔട്ട് ആയി കഴിഞ്ഞു. ഇതുകൂടാതെ US ചൈനയ്ക്കെതിരായ താരിഫ് ബുധനാഴ്ച 145% ഉയർത്തിയിരുന്നു. മറ്റ് രാജ്യങ്ങൾക്കെതിരായ താരിഫ് ഇപ്പോൾ അഡീഷണൽ ആയിട്ടുള്ളത് 10%. പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഇന്നലെ അവിടെ നിന്ന് പുറത്തു വന്നത് CPI ഇൻഫ്ലേഷൻ ഡാറ്റ ആയിരുന്നു. മാർച്ചിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ നേരിയ കുറവ് വന്നതായി US സർക്കാർ റിപ്പോർട്ട് ചെയ്തു. പണപ്പെരുപ്പം 2.8% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഇൻഫോസിസ് 3.8% ഇടിയുകയുണ്ടായി. വിപ്രോ 1.9% ഇടിഞ്ഞു. ICICI ബാങ്ക് 1.44% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഡോക്ടർ റെഡ്ഡി 2.38% ഇടിഞ്ഞു. ഇന്ന് US റിസൾട്ട് സീസണുകൾ ആരംഭിക്കുകയാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുകൂടാതെ PPI ഡാറ്റയും ഇന്ന് അവിടെ നിന്നും പുറത്തു വരുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ അൺസർട്ടനിറ്റി നിറഞ്ഞ നിൽക്കുന്ന യൂറോപ്യൻ വിപണി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ പക്ഷേ കുതിച്ചു ഉയരുകയുണ്ടായി. 3 മുതൽ 5% വരെയാണ് യൂറോപ്യൻ വിപണി ഉയർന്നത്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ 3% ഇടിഞ്ഞു. $79,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സ്വർണം വീണ്ടും റെക്കോർഡ് ഹൈയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ കേരളത്തിലെ സ്വർണ്ണവില പവന് 68,480 രൂപയാണ്. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. US താരിഫ് നിലപാടുകൾക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാ രാജ്യങ്ങളുടെയും താരിഫ് 90 ദിവസത്തേക്ക് മാറ്റിവെച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണികൾ ഇന്ന് ഉയരാനാണ് സാധ്യത. എല്ലാ രാജ്യങ്ങൾക്കും എതിരായി 10% അഡീഷണൽ താരിഫാണ് US ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയ്ക്കെതിരായി 145% താരിഫും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലെ റാലിയെക്കുറിച്ച് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സാധ്യം സൗരവ് മുഖർജി ഒരു ആശ്വാസ റാലി ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ മന്ദഗതിയിലുള്ള സമ്പദ് വ്യവസ്ഥ, ആഗോള അപകട സാധ്യതകൾ എന്നിവ കാരണം നിക്ഷേപകർ ജാഗ്രത പാലിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. VK വിജയകുമാറിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ വിപണികൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലായിരിക്കും ഇന്ന് ഓപ്പൺ ചെയ്യുക. ഷോർട്ട് കവറിങ്ങും IT സ്റ്റോക്ക് തിരിച്ചുവരവും ഇന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ചൈനയുടെ താരിഫ് സമ്മർദ്ദം കാരണം FIS ഇന്ത്യയിലേക്ക് മടങ്ങി വരും എന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അതായത് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ വിപണിയിൽ നമുക്കൊരു റാലി പ്രതീക്ഷിക്കാം, പക്ഷേ അങ്ങേയറ്റത്തെ അൺസർട്ടൈനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ വാക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. മറ്റൊരു മുഖ്യമായ വാർത്ത കൂടിയുള്ളത് മൂഡീസ് ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 6.1% കുറച്ചിരിക്കുന്നു. 2025 GDP വളർച്ചാ പ്രവചനം 6.4% നിന്ന് 6.1% ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് കുറച്ചിരിക്കുന്നു. RBI 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള GDP വളർച്ചാ പ്രവചനം 6.5% ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കുറച്ചത്. ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ക്വാർട്ടർലി ഏർണിങ്സ് ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 1.3% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 12,224 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 0.8% വർധനവ്.
ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 64,479 കോടി രൂപയായിട്ടാണ് റവന്യൂ വന്നിരിക്കുന്നത്. എബിറ്റയിൽ 0.4% ഇടിവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ വന്നത്. കമ്പനി ഇൻട്രിം ഡിവിഡൻഡായി 30 രൂപയാണ് പ്രഖ്യാപിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. ആദ്യം ഭാരതി ഹെക്സാകോം. കമ്പനിയുടെ ഒരു പ്രധാന ഓഹരി ഉടമയായ ടെലികമ്മ്യൂണിക്കേഷൻസ് കൺസൾട്ടൻസ് ഇന്ത്യ തങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ് ഇൻഡസ് ടവേഴ്സിന് വിൽക്കുന്ന പ്രക്രിയ പുനരാരംഭിക്കാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടു. അടുത്തത് ഇൻഫോസിസ് ആണ്. അയർലാൻഡും UK-യിലും പ്രവർത്തിക്കുന്ന ബാങ്കായ AIB-യുമായി ഒരു പങ്കാളിത്തം പ്രഖ്യാപിച്ച് ഇൻഫോസിസ്. അടുത്തത് കോറമണ്ടൽ ഇന്റർനാഷണൽ ആണ്. ആഗോളതലത്തിൽ തന്നെ ഫോസ്ഫൈറ്റ് വളം ഉൽപ്പാദിപ്പിക്കുന്ന സൗദി ഖനന ഭീമനായ മാഡനുമായുള്ള ദീർഘകാല പങ്കാളിത്തം പ്രഖ്യാപിച്ച് കോറമണ്ടൽ ഇന്റർനാഷണൽ. ജാഗ്വർ ലാൻഡ് റോവറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് കൂടുതൽ സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ JLR-മായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. JLR ഇന്ത്യ 2025 സാമ്പത്തിക വർഷത്തിൽ 6,183 വാഹനങ്ങൾ വിറ്റഴിച്ചു. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വാർഷിക വിൽപ്പനയാണ് ഇതോടെ കൈവരിച്ചിരിക്കുന്നത്. മുൻ വർഷത്തേതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 40% വളർച്ച ഇപ്പോൾ കൈവരിച്ചു. ഇനി വെറും 799 രൂപയ്ക്ക് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിഞ്ഞതിന് ശേഷമാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അപ്ഡേറ്റുകൾ, ഏതൊക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു, ഏതൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു, ഏതൊക്കെയാണ് നന്നായി പെർഫോം ചെയ്യുന്നത്, ഇൻട്രാഡേയിൽ നന്നായി പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ആ ഗ്രൂപ്പുകളിൽ നൽകാറുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് കമൻറ്റ് ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത് ഗ്രീവ്സ് കോട്ടൺ എന്ന കമ്പനിയാണ്. ചാര ടെക്നോളജീസ് അപൂർവ ഭൂമിരഹിത മോട്ടോർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇലക്ട്രോണിക് വാഹനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി എഞ്ചിനീയറിംഗ് കമ്പനി ചാര ടെക്നോളജീസുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബിർള സോഫ്റ്റ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലുമിനിയം കമ്പനി തുടങ്ങിയവയാണ്. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 4,358 കോടി രൂപയ്ക്കാണ് ബുധനാഴ്ച സെല്ല് ചെയ്തിരുന്നത്. DIS ആവട്ടെ 2,976 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ചൈനയുമായി നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ FISന്റെ ബൈയിങ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമോ എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്നത്. ട്രംപിൻ്റെ താരിഫ് ഭീഷണിയെ തുടർന്ന് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 5% മുകളിലുള്ള ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 2% അടുത്ത് ഒരു ഇടിവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,900 എന്ന നിലയിലാണ്. 413 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 430 മുതൽ 440 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ചൈനയുടെ ട്രേഡ് വാറിൽ ഓയിൽ പ്രൈസുകൾ 3% ഇടിഞ്ഞു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $63.07 പെർ ബാരൽ എന്ന നിലയിൽ 0.77% ഇടിവിലാണ്. WTI ഉള്ളത് $59.75 പെർ ബാരൽ എന്ന നിലയിൽ 0.53% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ബുധനാഴ്ച ക്ലോസ് ചെയ്ത നിഫ്റ്റിയിലേക്കാണ്. 22,399 137 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൻ്റെ ഉള്ളിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓപ്പണിംഗ് ഈ പാറ്റേണിൻ്റെ താഴെ ആയിരുന്നെങ്കിലും ക്ലോസിംഗ് വെച്ചത് ഈ പാറ്റേണിൻ്റെ ഉള്ളിലായത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിനനുസരിച്ചല്ലാതെ നിഫ്റ്റിയിൽ ചെറിയ പോസിറ്റിവിറ്റിയൊക്കെ നമുക്ക് കാണാനുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കതിന് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുന്നതുമാണ്. ഇനി പ്രതീക്ഷിച്ചതുപോലെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പല പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടായിരിക്കും നിഫ്റ്റി പിന്നീട് ട്രേഡ് ചെയ്യുക. അത്തരത്തിലാണെങ്കിൽ ആ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിക്കുമോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. നിഫ്റ്റിയിൽ ഒരു ഇൻസൈഡർ ബാർ കാൻഡിലാണ് ബുധനാഴ്ച ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്നും ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ ഒരു ഡയറക്ഷൻ നൽകുന്ന ഒരു മൂവ് തന്നെയായിരിക്കും അത്. ഡൗൺ സൈഡിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 22,000 ആണ്. അതുകൂടാതെ 23,000 പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 23,000, അതിനുശേഷം 23,500, അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ 22,000, അതിനുശേഷം 22,300, അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,400 സ്ട്രൈക്കിൽ 1,038% വർധനവ് കാണാം.
ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 2385% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 22,350 സ്ട്രൈക്കിൽ 956% വർധനവ് ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 971% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 22,450 സ്ട്രൈക്കിൽ 137% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. 1,839% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിനാണ് കുറച്ചുകൂടി ശക്തിയുള്ളതെന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ ഫോമായ ക്യാൻഡിൽ ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ട ഒരു ക്യാൻഡിലായിരുന്നു. 50,240 271 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ പോസിറ്റീവ് ആവണമെങ്കിൽ 50,500 എന്ന പ്രധാനപ്പെട്ട ലെവലിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കാൻ സാധിക്കണം. അത്തരത്തിലാണെങ്കിൽ ഇനി നമ്മൾ അപ്സൈഡിൽ 51,641 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലായിട്ട് വരുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈക്ക് 52,000 ഒരു റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ട്രൈക്കാണത്. 50,000 സപ്പോർട്ടാവാൻ സാധ്യതയുള്ളത്. ഇന്ത്യ വിക്സിലേക്ക് 21.43 എന്ന നിലയിൽ 4.83% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു മുഖ്യമായ കാര്യം കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്, സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ആദ്യ ഓഫ്ലൈൻ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. NISM റിസർച്ച് ഡെറിവേറ്റീവ് അനലിസ്റ്റ് ആയിട്ടുള്ള ജയകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. ഈ കോഴ്സിൽ നമ്മൾ പ്രധാനമായും കവർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റുകളുടെ ബേസിക്സ്, കൂടാതെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചേഴ്സ്, അതുപോലെ കോൾ, പുട്ട്, ഡെൽറ്റ, ഗാമ, തീറ്റ, വേഗ തുടങ്ങിയ ധാരാളം ഓപ്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങളും ടെക്നിക്കൽ അനാലിസിസും അതുകൂടാതെ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ക്ലാസ്സുകളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു മാസത്തേക്ക് 3,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. കൂടാതെ പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ, ചെറിയ സൗകര്യം മാത്രമേ നമ്മളവിടെ ഒരുക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും ബുക്കിംഗ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.